ഹലോ അസ്സലാമു അലൈക്കും. ബേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയുമായിട്ടൊന്നല്ല കേട്ടോ, കുറച്ച് ബേക്കിംഗ് ടിപ്സുമായിട്ടാണ്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓവന് വാങ്ങുന്നെങ്കിൽ ബേക്കിംഗ് ചെയ്യാൻ ഏതാണ് ബെസ്റ്റ് ഓവന്, അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓവന് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ബേക്കിങ്ങിന് ബെസ്റ്റ് OTG ഓവൻ തന്നെയാണ്. ഈ ഒരു ടൈപ്പിലുള്ള ഓവനാണ് OTG ഓവൻ എന്ന് പറയുന്നത്. ഇത് പല സൈസിലും കിട്ടും. ഇതിൻ്റെ റേറ്റാണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ മറ്റുള്ള ഓവനേക്കാളും. ഇതൊരു 45-50 ലിറ്ററിൻ്റെ ഓവന് ഒരു 7000 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. ഇത് മൈക്രോവേവ് കൺവെക്ഷൻ ഓവനാണ് കേട്ടോ. ഇതിൽ ബേക്ക് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. OTG ഓവനിൽ ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനൊന്നും ഇതിൽ കിട്ടുന്നില്ല കേട്ടോ. കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നെങ്കിൽ OTG ഓവൻ തന്നെ വാങ്ങാൻ പറയുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ റേറ്റും കുറേ കൂടുതലാണ്. ഇതിന് ഒരു 25 ലിറ്ററിൻ്റെ ഓവന് 12,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് OTG ഓവന് ഇതിൻ്റെ ഡബിൾ വലിപ്പത്തിലും അതുപോലെ തന്നെ പകുതി റേറ്റിലും കിട്ടും. ഒരേ ഒരു ഇതിൽ പ്രോബ്ലം ഉള്ളത് ചൂടാക്കാനുള്ള ഓപ്ഷനില്ല. ഫുഡ് ചൂടാക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. അത് നമുക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൺവെക്ഷൻ ഓപ്ഷനൊന്നും ഇല്ലാത്ത മൈക്രോവേവ് മാത്രമായിട്ടുള്ള ഓവന് വാങ്ങി വെക്കുന്നതാണ്. അത് നമുക്ക് ചെറിയ റേറ്റിലൊക്കെ കിട്ടും. ഇതുപോലുള്ള ഓവന് അതുപോലെ തന്നെ ചെറിയ സൈസിലും കിട്ടും. എങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ OTG ഓവനും ഈ ഒരു മൈക്രോവേവ് ഓവനും രണ്ടും കൂടി വാങ്ങി വെച്ചാൽ പോലും നമ്മൾ ആ ഒരു കൺവെക്ഷൻ ഓവന് മൈക്രോവേവ് കൺവെക്ഷൻ ഓവന് കൊടുക്കുന്ന റേറ്റ് അത്രയും റേറ്റ് കൊടുക്കേണ്ടി വരുന്നില്ല. ചൂടാക്കാൻ മാത്രം പറ്റുന്ന ആ ഒരു ഓപ്ഷൻ മാത്രമായിട്ടുള്ള ഓവന് വാങ്ങിയാൽ മതി. അപ്പോൾ ചെറിയ റേറ്റിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് OTG ഓവനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കിംഗ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ വലിയ സൈസിലുള്ള ഓവനാണെങ്കിൽ വലിയ ട്രേ ഒക്കെ വെച്ച് ബേക്കിംഗ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഓവനില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്യാസ് അടുപ്പിലും അതുപോലെ വിറകടുപ്പിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കേക്ക് മാത്രമല്ല എന്ത് റെസിപ്പിയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ചിലതിന് കുറച്ചും കൂടി സമയമെടുക്കുന്നതായി തോന്നിയിട്ടുണ്ട്, ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു റെസിപ്പി ഏതൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓവനില്ലാതെ ഇതെങ്ങനെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ കുറേ റെസിപ്പി ഓവനില്ലാതെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യുന്ന രീതി ആ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്ത് ഐറ്റം ആണെങ്കിലും സെയിം ആ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നാളെ വിമൻസ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഇവിടെ ഷെയർ ചെയ്യണമെന്നുണ്ട്. നമ്മൾ പലപ്പോഴായി വായിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു പെണ്ണ് മകളായിട്ട് ജനിക്കും, പിന്നെ അവൾ സഹോദരിയാകും, പിന്നെ ഭാര്യയാകും, പിന്നെ അമ്മയാകും, പിന്നെ അമ്മായിയമ്മയാകും, പിന്നെ ഗ്രാൻഡ് മദറാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം കൂടി വരികയാണ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്താണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആരും 100% ഹാപ്പി ആയിട്ട് ആരും ഉണ്ടാകില്ല. എന്തെങ്കിലും പോരായ്മകളൊക്കെ എല്ലാവരുടെ ലൈഫിലുണ്ടാകും. പുറമെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ കഴിയുന്നത്. വലിയൊരു വീടും വലിയൊരു കാറും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലമും ഇല്ല, എത്ര സന്തോഷത്തോടെ അവർ കഴിയുന്നു, നമുക്കെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിലുള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നം അവരുടെ ലൈഫിലുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കരുത്. മറ്റൊരാളെപ്പോലെ ആകാൻ നമുക്ക് കഴിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അവർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളിൽ എന്താണോ കഴിവ്, നമുക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ്, അത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളത് വിജയിക്കുന്നത്. അവരെക്കാളും ഉയരങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും. അവർ ചെയ്യുന്ന അതേ രീതി തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മക്കളെയും മറ്റുള്ള കുട്ടികളുമായി ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അവൻ അത്ര മാർക്ക് എടുത്തു, ഇനി എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വൈകിട്ട് ട്യൂഷന് കളിക്കാൻ പോലും വിടാതെ ട്യൂഷന് വിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ അടച്ചിരുത്തിയിട്ട് പഠിപ്പിച്ചിട്ട് 90% മാർക്ക് എടുത്താലും പോരാ, 99% മാർക്ക് വേണം എന്നൊക്കെ വാശി പിടിക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിട്ട് മാർക്ക് മാത്രം എടുത്തിട്ട് എന്താ കാര്യം? എല്ലാ കാര്യത്തിലും വേണം ആക്റ്റീവ്. 4 പേരുടെ മുന്നിൽ തല ഉയർത്തി മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത്. അങ്ങനെ പേടിപ്പിച്ചിട്ട് വായ പോലും തുറക്കാൻ സമ്മതിക്കാതെ അങ്ങനെയൊക്കെ ചെയ്ത് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? മാർക്ക് വേണം വേണ്ടെന്നല്ല, അതൊക്കെ ഒരു എൻജോയ് ചെയ്ത് ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം നമ്മൾ.
മക്കളെ പഠിപ്പിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മക്കളെ നന്നായി പഠിപ്പിക്കണം. ഇക്കാലത്ത് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള എഡ്യൂക്കേഷനെങ്കിലും നമ്മൾ മക്കൾക്ക് കൊടുക്കണം. പക്ഷേ കളിക്കാൻ പോലും സമ്മതിക്കാതെ അങ്ങനെ ഒരു തടവിലിടുന്ന രീതിയിൽ ആക്കിയെടുക്കേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരാദ്യം അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരാദ്യം തുറന്ന് പറയേണ്ടത് പേരൻസിനോടാണ്. അങ്ങനെ ആക്കിയെടുക്കണം നമ്മൾ. അവർക്ക് എന്തും തുറന്ന് പറയാനുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ അറിയുന്നതായിട്ട് ഒരിക്കലും നടിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചെറുതായി പോകുന്നില്ല. ചിലർ വഴി പോലും ചോദിക്കാൻ മടിക്കുന്നവരൊക്കെ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ വഴി അറിയില്ലെങ്കിൽ അതുപോലും ചോദിക്കാൻ മടിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. എല്ലാ കാര്യവും മക്കളടുത്തായെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവരും വീട്ടിലെല്ലാ കാര്യവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് എല്ലാം പ്ലാനിങ്ങോടെ നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ലൈഫിലൊരു പ്രോബ്ലമും വരാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബന്ധങ്ങൾ പൊട്ടിച്ചെടുക്കാൻ ഒരു നിമിഷം മതി, പക്ഷേ അത് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് സമയമെടുക്കും. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് കിട്ടാതിരിക്കില്ല. പിന്നെ ഒരു ഗ്രൂപ്പിലൊരു ഫ്രണ്ട് പറഞ്ഞ പോലെ നമ്മൾ ഒരു ചെടിക്ക് എപ്പോഴും വെള്ളമൊഴിക്കും. പക്ഷേ എത്ര വെള്ളമൊഴിച്ചിട്ടും ഒരു തരത്തിലും അത് വളരുന്നില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റുമില്ല, അതേ ഒരു നിൽപ്പിൽ തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പിന്നെ വെള്ളമൊഴിക്കുന്നത് നമ്മൾ നിർത്തും. പിന്നെ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ പിന്നെ നമ്മൾ അങ്ങനെ ആയിപ്പോകും. അങ്ങനെ നമുക്കൊരു തരത്തിലും തിരിച്ച് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ. ഒരു ഫിലിമിലോ സീരിയലിലോ കാണുന്നതൊന്നും അല്ല നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. എല്ലാവരുടെ കുടുംബത്തിലും നല്ല ഐശ്വര്യവും നല്ല സമാധാനവും നല്ല സന്തോഷവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്